എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലേക്ക് സ്നേഹവന്ദനം. യഹൂദന്മാർ എങ്ങനെയായിരിക്കും രണ്ടാം ജെറുസലേം ദേവാലയം പണിതത്? രണ്ടാം ജെറുസലേം ദേവാലയം പണിത ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത്. ഒരു മതമെന്ന നിലയിൽ യഹൂദ മതത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം BC 520 യാഗാനുഷ്ഠാനത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ഒന്നാം ദേവാലയത്തിൻ്റെ നാശത്തിന് തൊട്ടു പിന്നാലെ BC 582 എഴുതപ്പെട്ട യെഹെസ്കേലിൻ്റെ പുസ്തകം തോറയിലെ ലിറ്റിക്കൽ കോഡുകളിൽ ആവശ്യമുള്ളതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള പുരോഹിത വിശുദ്ധിയും ആചാരപരമായ വിശുദ്ധിയും അർപ്പിക്കുന്ന വിപുലീകരിച്ച ദേവാലയ സമുച്ചയം ഉൾപ്പെടെ ജെറുസലേമിൽ പുനർനിർമ്മിച്ച ഒരു ദേവാലയത്തിൻ്റെ സ്വപ്നം ഉയർത്തിപ്പിടിച്ചു. പുരാതന സാഹിത്യത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ദൈവത്തെ ആരാധിക്കുന്നത് തുടരുവാൻ ഇസ്രായേലിനെ ദേവാലയ പുനഃസ്ഥാപനം സഹായിച്ചു. ഏറ്റവും പ്രധാനമായി രണ്ടാം ദേവാലയ കാലഘട്ടം മുഴുവൻ പ്രബലമായ ആരാധനാ രീതിയായ ബൈബിളിലെ ബലി സമ്പ്രദായം ഇതിലൂടെ സാധിച്ചു. ചാവുകടൽ ചുരുളുകളിൽ വിശ്വസിച്ച ഒരു വിഭാഗം ജനങ്ങൾ യാഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മാറി നിന്നു. എന്നാൽ ദൈവത്തെ സമീപിക്കുവാനും അവൻ്റെ പ്രീതി നേടുവാനുമുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമായി ഭൂരിഭാഗം ജൂതജനതയും ദേവാലയത്തിലെ ആചാരങ്ങളെ കണ്ടു. ഇനി രണ്ടാം ജെറുസലേം ദേവാലയത്തിൻ്റെ ആസൂത്രണം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഹാസ്മോണിയക്കാർ പുതുക്കി പണിയുന്നതിന് മുൻപ് പിന്നീട് കൂടുതൽ വിപുലമായി ഹെരോദാവ് നിർമ്മിച്ച രണ്ടാമത്തെ ദേവാലയത്തിൽ യഥാർത്ഥ ഘടന പേർഷ്യൻ രാജാവായ സൈറസ് രണ്ടാമൻ്റെ കൽപ്പന പ്രകാരം നിർമ്മിച്ചതാണ്. പേർഷ്യക്കാർ കീഴടക്കിയ ബാബിലോണിയരിൽ നിന്നും കണ്ടെടുത്ത ഒന്നാം ദേവാലയത്തിൽ നിന്നുള്ള പാത്രങ്ങൾ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം സുഗമമാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ജൂതന്മാർക്ക് തന്നെ തിരികെ നൽകി. ഇസ്രായേൽ ദേശത്തിന് പുറത്ത് താമസിച്ചിരുന്ന നിരവധി ജൂതന്മാർ ഈ പദ്ധതിക്ക് സാമ്പത്തികമായി സംഭാവനകൾ നൽകി. BC 538 ശേഷമുള്ള ഗവർണറായ ഷേഷ്ബസറിൻ്റെ കാലത്താണ് ഇതിന് തുടക്കം കുറിച്ചത്. പക്ഷേ ചില അസ്വസ്ഥതകൾ കാരണം പണി തുടരുന്നതിന് തടസ്സമുണ്ടായി. BC 522 ഗവർണറായിരുന്ന ഷേഷ്ബസറിൻ്റെ അനന്തരവൻ സെരൂബാബേൽ പദ്ധതി പൂർത്തിയാക്കി. യാഗങ്ങൾ അർപ്പിക്കുവാൻ താൽക്കാലിക ബലിപീഠം സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. പ്രവാസത്തിനു ശേഷം യഹൂദ്യരുടെ നിയന്ത്രണം ഏറ്റെടുത്ത പ്രഭുക്കന്മാരിൽ നിന്നാണ് ആലയത്തിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള എതിർപ്പ് പ്രത്യേകിച്ച് ഉണ്ടായത്. അവർ ശമരിയയിലെ പ്രഭുക്കന്മാരുമായി അടുത്ത ബന്ധമുള്ളവർ ആയിരിക്കണം. രണ്ടാം ജെറുസലേം ദേവാലയത്തിൻ്റെ പണിയെ പ്രോത്സാഹിപ്പിച്ചവരിൽ പ്രവാചകന്മാരായ ഹഗ്ഗായും സെഖര്യാവും ഉൾപ്പെടുന്നു. ദാരിയസിൻ്റെ മരണത്തിൻ്റെ 2ാം വർഷമായ BC 521 പുനർനിർമ്മാണം ആരംഭിച്ചു. അയൽക്കാരുടെ തുടർച്ചയായ ഉപദ്രവം ഉണ്ടായിരുന്നിട്ടും യഹൂദന്മാർ പണിയിൽ സ്ഥിര ഉത്സാഹം കാണിച്ചു. സെരൂബാബേൽ നിർമ്മിച്ച ആലയത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഇല്ലെങ്കിലും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ഗണ്യമായ വിശദാംശങ്ങൾ ശേഖരിക്കുവാൻ കഴിയും. രണ്ടാം ജെറുസലേം ദേവാലയത്തിന് 2 മുറ്റങ്ങൾ ഉണ്ടായിരുന്നു. പുറത്തെ മുറ്റത്തിൻ്റെ ചുവരിൽ കുറഞ്ഞത് 4 കവാടങ്ങൾ ഉണ്ടായിരുന്നു. അവയിലൊന്നെങ്കിലും ഒരു തെരുവിന് അഭിമുഖമായിട്ടായിരുന്നു. അകത്തെ മുറ്റത്തേക്ക് കുറഞ്ഞത് 2 കവാടങ്ങൾ ഉണ്ടായിരുന്നു. 2 മുറ്റങ്ങളിലും ആലയത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവിധ അറകൾ ഉണ്ടായിരുന്നു. ഇവയിൽ മിക്കതും പുറത്തെ മുറ്റത്തായിരുന്നു. ദശാംശം, ഉപകരണങ്ങൾ, പാത്രങ്ങൾ എന്നിവ സൂക്ഷിക്കുന്നതിനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആലയ പരിസരത്തിനുള്ളിൽ തന്നെ സ്വകാര്യ അറകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ജൂതന്മാർ ഒന്നാം ദേവാലയത്തിലെ ബലിപീഠത്തിൻ്റെ സ്ഥാനത്ത് അവരുടെ ബലിപീഠം സ്ഥാപിച്ചു. ദേവാലയ കെട്ടിടം വെട്ടിയെടുത്ത കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അകത്തുനിന്ന് ചുവരുകളെ ശക്തിപ്പെടുത്തുന്ന രീതിക്ക് മരത്തടികൾ ഉണ്ടായിരുന്നു. ദേവാലയത്തിന് ഏകദേശം 90 അടി ഉയരമുണ്ടായിരുന്നു. ഒന്നാം ദേവാലയം നശിച്ചിരുന്നതിനാൽ അതിവിശുദ്ധ സ്ഥലം ശൂന്യമായിരുന്നു. പെട്ടകമോ കെരൂബുകളോ ഇല്ലായിരുന്നു. BC 515 രണ്ടാം ദേവാലയം നിർമ്മാണം പൂർത്തിയായി. 20 വർഷത്തെ പരിശ്രമത്തിന് ശേഷം തോറയിലെ നിയമങ്ങൾ അനുസരിച്ച് ത്യാഗപരമായ ആരാധന നടത്തുവാൻ കഴിഞ്ഞു.
ഹാസ്മോണിയൻ കാലഘട്ടം വരെ സെരുബാബേൽ പുനർനിർമ്മിച്ചതുപോലെ ദേവാലയം നിലനിന്നു. BC 200 സൈമൺ ബെൻ യോഹന്നാൻ നീതിമാനായ സൈമൺ ഗണ്യമായ നവീകരണം നടത്തിയെങ്കിലും അദ്ദേഹം അടിസ്ഥാന ഘടനയിൽ മാറ്റങ്ങൾ വരുത്തിയില്ല. പിന്നീട് മഹാനായ ഹെരോദാവ് ജെറുസലേം ദേവാലയം നവീകരിച്ചു. സിയോനിലേക്ക് മടങ്ങിയെത്തിയവർ തങ്ങളുടെ സ്വപ്നമായ ആലയം സാക്ഷാത്കരിച്ചു. ദൈവത്തിൻ്റെ ഭവനം പുനർനിർമ്മിക്കപ്പെട്ടു.